ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് തിരുസഭ മാതാവ് വിശുദ്ധ മഗ്ദലേന മറിയത്തിൻ്റെ തിരുനാൾ സാഘോഷം കൊണ്ടാടുകയാണ്. നമ്മളിന്ന് ധ്യാനിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങളും 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങളുമാണ്. യേശുനാഥൻ്റെ ഉദ്ധാനത്തിന് ശേഷം, അതായത് ആഴ്ചയുടെ 1-ാമത്തെ ദിവസം അതിരാവിലെ, ആ ഉദ്ധാന ദിവസം മഗ്ദലേനയിലെ മറിയം ഈശോയെ തിരക്കി ചെല്ലുന്ന സംഭവങ്ങളാണ് സുവിശേഷം രേഖപ്പെടുന്നത്. ഫ്രാൻസിസ് പാപ്പയുടെ സമയത്താണ് മഗ്ദലേന മറിയത്തിൻ്റെ തിരുനാൾ അപ്പോസ്തലന്മാരുടെ തിരുനാളിൻ്റെ അതേ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും വിശുദ്ധ അക്വീനാസ് മഗ്ദലേന മറിയത്തെ വിളിച്ചതുപോലെ അപ്പോസ്തലന്മാരുടെ അപ്പോസ്തലയാണ് അവളെന്ന് വീണ്ടും പ്രഖ്യാപിക്കുകയും ചെയ്തത്. ഇപ്പോൾ മറിയത്തിൻ്റെ ഈ തിരുനാൾ ഒരു തിരിച്ചുവരവിൻ്റെ തിരുനാളാണ്. മറിയം പാപിയായിരുന്നു എന്നാണ് ചരിത്രവും ദൈവവചനവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പക്ഷേ അവൾ ക്രിസ്തുവിനെ പിന്നീട് അഗാധമായി സ്നേഹിച്ചു. ആ സ്നേഹം അവളെ വിശുദ്ധിയിലേക്കും ക്രിസ്തുവിനോടുള്ള ഏറ്റവും അടുത്ത ബന്ധത്തിലേക്ക് നയിച്ചുവെന്ന് സുവിശേഷത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ മഗ്ദലേന മറിയത്തെക്കുറിച്ച് ഒത്തിരി അധികം ചരിത്രമുണ്ട്. മഗ്ദലേന മറിയം അവൾ ലാസറിൻ്റെ സഹോദരിയാണെന്നും ഇവളിൽ നിന്നാണ് കർത്താവ് 7 പിശാചുകളെ പുറത്താക്കിയതെന്നും മാത്രമല്ല കർത്താവിൻ്റെ പാദങ്ങൾ കഴുകി ചുംബിച്ചത് ഇവളാണെന്നും, അപ്പോൾ ഇത് 3 ഒരാളാണെന്നും അല്ല 3 വ്യക്തികളാണെന്നും ഒക്കെ ചരിത്രം പറയുന്നുണ്ട്. എങ്കിലും മറിയത്തെ നമ്മൾ എടുക്കുന്നത് ക്രിസ്തുവിനെ അവൾ ഒത്തിരി അധികം സ്നേഹിച്ചിരുന്നു. ക്രിസ്തു അവളെ സ്നേഹിച്ചിരുന്നു. ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ യാത്രയിലും കുരിശിൻ്റെ കീഴിലും മറിയം പരിശുദ്ധ അമ്മയോടൊപ്പം നിലകൊണ്ടിരുന്നു എന്ന് നമ്മൾ അറിയുകയാണ്. അപ്പോൾ ഇവിടെ മറിയം വളരെയധികം സങ്കടപ്പെട്ട് യേശുനാഥനെ നഷ്ടപ്പെട്ടതിലുള്ള വേദനയിൽ അതിരാവിലെ യേശുവിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. അപ്പോൾ ഈ വരവ് ഒരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. മറിയം ഈശോയെ സ്നേഹിച്ചിരുന്നത് ഈശോയിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ടല്ല, ഈശോയുടെ സ്നേഹം കിട്ടിയത് കൊണ്ട് മാത്രമാണ്. അവൾ ഈശോയുടെ സ്നേഹത്തെയാണ് സ്നേഹിച്ചിരുന്നത്. കാരണം ഈശോയെ സ്നേഹിച്ചിരുന്ന ഒത്തിരി അധികം ആളുകളുണ്ട്. അവരെന്തിനാണ് ഈശോയെ സ്നേഹിച്ചത്? പലരും അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടും അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയൊക്കെ അവൻ അനുഭവിച്ചതുകൊണ്ട് അവനെ സ്നേഹിച്ചിരുന്നവരുണ്ട്. അവനിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ച് സ്നേഹിച്ചിരുന്നവർ. പക്ഷെ മറിയം അങ്ങനെയല്ല സ്നേഹിച്ചിരുന്നത്. അതിൻ്റെ അടയാളമാണ് ക്രിസ്തു മരിച്ചു എന്നറിഞ്ഞിട്ടും മരിച്ചു കഴിഞ്ഞ ഒരു മനുഷ്യനെ കൊണ്ട് പിന്നീട് ഒരു വ്യക്തിക്ക് വലിയ ഗുണമൊന്നുമില്ലല്ലോ. പക്ഷേ ഇവള് കുറേ സുഗന്ധദ്രവ്യ കൂട്ടങ്ങളുമായി, അതായത് ഇവള് കുറേ നഷ്ടപ്പെടുത്തിയ ക്രിസ്തുവിനുണ്ട്. അവൾ ഓടി വരികയാണ് അതിരാവിലെ. അപ്പോൾ മരിച്ച മനുഷ്യരിൽ നിന്നൊന്നും കിട്ടാനില്ല. ഒരിക്കലും മറിയം ക്രിസ്തു പറഞ്ഞതുപോലെ അവൻ ഉദ്ധാനം ചെയ്യുമെന്നോ അല്ലെങ്കിൽ വീണ്ടും വരുമെന്നോ ഒന്നും ആഴത്തിൽ വിശ്വസിച്ചിരുന്നില്ല. അവിടെ എവിടെയൊക്കെ അവൾക്ക് വിശ്വാസത്തിൻ്റെ കണികകളുണ്ടായിരുന്നു. കാരണം അതുകൊണ്ടാണ് അവൾ അവിടെ നിന്ന് കരയുന്നത്. എൻ്റെ ഗുരുവിനെ ആരാണ് കൊണ്ടുപോയത്? അവൻ്റെ ശരീരം പോലും ഇവിടെ ഇല്ലല്ലോ എന്നൊക്കെ ഓർത്തോട് ഒത്തിരി അധികം വിലപിക്കുന്നുണ്ട്. ഇതെല്ലാം അവളുടെ സ്നേഹത്തിൻ്റെ അഗാധമായ കണ്ണുനീരാണ്. അവൾ ഈശോ അത്രമാത്രം സ്നേഹിച്ചിരുന്നു. അവൻ്റെ ശരീരമെങ്കിലും കിട്ടിയാൽ മതി എന്ന രീതിക്ക് അവൾ സ്നേഹിച്ചിരുന്നു. അപ്പോൾ അവനിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ അവനെ സ്നേഹിച്ചിരുന്നു. കാരണം ജീവനറ്റ ശരീരത്തിന് എന്ത് ഗുണമാണുള്ളത്? ഇസ്രായേൽക്കാരെ സംബന്ധിച്ച് അത് തൊടുന്നത് പോലെ അശുദ്ധമാണ്. പക്ഷെ എന്നിട്ടും അവൾ അതിനെ അഗാധമായി സ്നേഹിക്കുകയാണ്. ഈശോയുടേതുമായി ബന്ധപ്പെട്ടതിനേക്കാൾ ഒത്തിരി സ്നേഹിക്കുകയാണ്. അപ്പോൾ ഇത് ഒന്നും പ്രതീക്ഷിക്കാത്ത ഈശോയെ സ്നേഹിക്കുന്ന ഏറ്റവും പരിശുദ്ധമായ സ്നേഹത്തിൻ്റെ ഒരടയാളമായി മറിയം മാറുകയാണ്. ഇതിന് കാരണം ഈശോ പറയുന്നുണ്ട്, ഒത്തിരി ക്ഷമിക്കുന്നവരോട് ഒത്തിരി സ്നേഹിക്കുന്നു. ഈശോ അവളോട് ഒത്തിരി ക്ഷമിച്ചു. അപ്പോൾ ഇത് മറിയത്തിൻ്റെ തിരുനാൾ ഓരോരുത്തർക്കും ഉള്ളൊരു തിരിച്ചുവരവിൻ്റെ തിരുനാളാണ്. ഈശോ ഒത്തിരി അധികം അവളെ ക്ഷമിച്ചു, അവളും സ്നേഹിച്ചു, ഈശോയും സ്നേഹിച്ചു. അപ്പോൾ നമുക്കും കുറേ കുറവുകളുണ്ടാകും. ഇപ്പോൾ ഇവളുടെ ചരിത്രം അനുസരിച്ച് 7 പിശാചുക്കളും ഒത്തിരി അധികം കഠിന ഭാവിയൊക്കെ ആയിരുന്നുള്ളതാണ്. അവൾ അതെല്ലാം ഉപേക്ഷിച്ചു ഈശോയ്ക്ക് വേണ്ടി. എന്നിട്ട് അവൾ ഈശോയെ സ്നേഹിച്ചു തുടങ്ങി. ഈശോ അവളെയും തിരിച്ചു സ്നേഹിച്ചു. ഈശോ അവളെ വിളിക്കുന്ന പേര് മറിയം. അത് ഈ എൻ്റെ മറിയം എന്നൊക്കെ ചരിത്രകാരന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട്. മറിയം തിരിച്ച് ഈശോയെ വിളിക്കുന്നത് റബ്ബോനി, എൻ്റെ ഗുരു എന്നാണ്. അവിടെ ആഴമായ ബന്ധം ഇവർ തമ്മിൽ നിന്നിരുന്നു. അപ്പോൾ പഴയ കാലങ്ങളെ ഒന്നും യേശുനാഥൻ ഓർക്കുന്നില്ല. അവളുടെ പഴയകാല ചരിത്രങ്ങളൊന്നും ഓർക്കാതെ ആദ്യമായി അവൾക്ക് പ്രത്യക്ഷപ്പെടുകയും അപ്പോസ്തലന്മാർക്ക് യേശുനാഥൻ്റെ ഉദ്ധാനത്തെക്കുറിച്ച് പറയാനുള്ള കൃപ അവൾക്ക് നൽകുകയാണ്. കാരണം ഈ ലോകം മുഴുവനും പ്രഘോഷിക്കാനുള്ള അപ്പോസ്തലന്മാരാണ്. അവരോട് യേശുനാഥൻ ഉയർത്തുമെന്ന് പറഞ്ഞത് മറിയമാണ്. ആ മഹാഭാഗ്യം അവൾക്ക് കിട്ടിയത് അവളുടെ പഴയ പാപങ്ങളെ ഓർത്തിട്ടാണെങ്കിൽ ദൈവം അവളെ ഉപേക്ഷിക്കണം. പക്ഷേ ക്രിസ്തു അവളുടെ സ്നേഹത്തെ മാത്രം ഓർത്തുകൊണ്ട് ആ വലിയ പദവി അവൾക്ക് നൽകുകയാണ്. അപ്പോസ്തലന്മാരുടെ അപ്പോസ്തലയാകാനുള്ള ഭാഗ്യം അവൾക്ക് ലഭിക്കുകയാണ്. ഈ അപ്പോസ്തലന്മാരെ വിളിക്കുന്നതിനെക്കുറിച്ച് സുവിശേഷം പറയുന്നത് തനിക്ക് ഇഷ്ടമുള്ളവരെ അവൻ അടുത്തേക്ക് വിളിച്ചു എന്നാണ്. സുവിശേഷം പ്രഘോഷിക്കാനുള്ളവരെ വിളിച്ച കാര്യമാണ്. അപ്പോൾ മറിയത്തെ അവൻ അത്രമാത്രം സ്നേഹിച്ചതുകൊണ്ടാണ് അപ്പോസ്തലന്മാരുടെ അപ്പോസ്തലയാകാൻ വിളിച്ചത്. ഇത് ആ സ്നേഹം പരിശുദ്ധമായ സ്നേഹമായിരുന്നു. മറിയം അവനെ അത്രമാത്രം സ്നേഹിച്ചതുകൊണ്ട് അവനും അവളെ തിരിച്ച് സ്നേഹം. അപ്പോൾ ഒന്നും പ്രതീക്ഷിക്കാതെ ഈശോയെ സ്നേഹിക്കാനുള്ള ഒരു വിളി മറിയം നമുക്ക് നൽകണം. ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഇത് വലിയൊരു തിരിച്ചറിവിൻ്റെ തിരുനാളാണ്. സ്നേഹത്തെ തിരിച്ചറിഞ്ഞതിൻ്റെ തിരുനാളാണ്. സങ്കടം കൊണ്ട് ക്രിസ്തുവിനെ കീഴ്പ്പെടുത്തിയവളുടെ തിരുനാളാണ്. സ്നേഹം കൊണ്ട് ക്രിസ്തുവിനെ പിടിച്ചു നിർത്തിയുള്ള തിരുനാളാണ്. അപ്പോൾ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ആത്മാർത്ഥമായി ഒന്നും പ്രതീക്ഷിക്കാതെ അവൻ്റെ സ്നേഹത്തെ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവനെ സ്നേഹിക്കാൻ, ആ സ്നേഹത്തെ മുറുകെ പിടിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മറിയത്തിൻ്റെ ഈ വലിയ മാധ്യസ്ഥ്യം നമ്മുടെ പഴയ ജീവിതങ്ങളൊക്കെ ഉപേക്ഷിച്ച് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് കൂടുതൽ എടുക്കാൻ നമ്മെ ശക്തിപ്പെടുത്തട്ടെ. ആമേൻ.